Guys, our Kerala CM is coming, guys. I'm too excited, guys. ഗായ്സ് അപ്പോൾ നമ്മളെ CM വരുന്നോണ്ടൊക്കെയാണ് നല്ല ക്രൗഡൊക്കെ ആയിട്ടുണ്ട് ഗായ്സ്. കണ്ടോ ആൾക്കാരൊക്കെ ജനങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ, ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് ഗായ്സ്. നമ്മളെ ഓരോ ഭാഗ്യങ്ങളെ CMനെ കാണാൻ പറ്റിയ. അപ്പോൾ ഗായ്സ് ഞങ്ങൾക്ക് ഷേക്കൻ്റെ കൊടുക്കണം, എൻ്റെ സിസ്റ്റർ ഷേക്കൻ്റെ കൊടുക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഷേക്കൻ്റെ കൊടുത്ത CMന് ഗായ്സ് ഇന്ന് കുറേ സെലിബ്രിറ്റി ഒക്കെ വരുന്നുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചു ജയറാം നോക്കൂ ഗായ്സ്, ഷേക്കൻ്റെ പിന്നും കുറെ ആക്ടേഴ്സ്. നമ്മൾ മമ്മൂക്കൻ്റെ രാജ്യത്ത് വെച്ച് നടത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പിന്നിൽ ലോകത്തിൻ്റെ ഈ ഭാഗം. അതുകൊണ്ട് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അബുദാബി. അതുകൊണ്ട് അബുദാബിയിൽ വെച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നതെങ്കിലും ഇത് കേരളത്തിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും വിശ്വാസം. ഈ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്ക് നടക്കും. അതിനു മുമ്പ് കൈരളി ചാനലിൻ്റെ സാരഥിയായി ഏറെക്കാലമായി എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും MP-യും പ്രശസ്ത പത്രപ്രവർത്തകനുമായ ബ്രിട്ടാസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുക. കുറെ കാലത്തിന് ശേഷമാണ് മമ്മൂക്ക അബുദാബിയുടെ മണ്ണിലേക്ക് തിരിച്ചു വരുന്നത്. കുറെ കാലമായി നമുക്ക് ആദ്യമായിട്ട് UAE-യിലെ മലയാളികളെ അവരോടുള്ള ആദരവ് കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി UAE-യുടെ മണ്ണിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലോകം രണ്ടാം സഹസ്രാബ്ദത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ കേരളം കൈരളിയുടെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചു. കൈരളി ടെലിവിഷൻ ചാനൽ വേറിട്ട മാധ്യമത്തിനായുള്ള ഒരു ജനതയുടെ ഇച്ഛയുടെ സാക്ഷാത്കാരം. ഇന്ത്യ കണ്ട മഹാനായ നർത്തകൻ ഉദയശങ്കർ ജിയാണോ? കൈരളി ചരിത്രവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എനിക്ക് ഇത് പത്മരാജന് സമർപ്പിക്കാനുള്ള തോന്നുന്നു. സമർപ്പിക്കുന്നു. നാടകം എന്ന് പറയുന്ന കുടുംബമാണ്, അവിടെ സ്റ്റാറും ഞാൻ ബെഞ്ച് അമ്മയായിരുന്നു കഠിന വിശ്വാസം. അത് അതിൻ്റെ കഥകൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വല്ലാതെ സ്വാധീനിക്കും. സ്വാഭാവികമായിട്ട് ഒരു ഭക്തൻ ഉണ്ടായി വരേണ്ടതല്ലേ. ഭക്തൻ എന്നതിനുപരി ഈ അമ്മയുടെ കഥ. അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
മമ്മൂക്ക പറഞ്ഞു മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ മറ്റ് അതിഥികൾ കയറുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു മമ്മൂക്ക എന്താണ് ചോദിക്കാനുള്ളത്? അത് ബ്രിട്ടാസ് അറിയണ്ട, അത് അബുദാബിയിലെ മലയാളി സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മമ്മൂക്ക ചോദിച്ചോളൂ. ഇല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു ചരിത്രമാണ്. ഇതിനു മുമ്പ് ആരും 10 വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 5 വർഷവും രണ്ടാമത്തെ 5 വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത 5 വർഷമാണ്. അപ്പോൾ ഈ 2 വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്? ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിനുണ്ടായിരിക്കും? ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി 2016 മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല. നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട്. എന്നാൽ 2021 തുടർ ഭരണം സമ്മാനിച്ചപ്പോൾ 2016-21 കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. നമുക്ക് India 25-ന്റെ ആ ഒരു ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു സന്തോഷ നിമിഷത്തില് ഒരിത്തിരി മധുരം കൂടിയാകാം അല്ലേ? കൈരളി ടിവിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ മമ്മൂട്ടി, ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കൈരളിയുടെ ചരിത്രത്തിലെ മറ്റൊരു ധന്യ നിമിഷമാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു സന്തോഷം കുറച്ച് മധുരം കൂടിയാകാം അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. തീർച്ചയായും ഈ മുഹൂർത്തത്തിൽ നല്ലൊരു കയ്യടിയാകാം. കൈരളിയുടെ 25 വർഷങ്ങളുടെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.